അന്ന് മൂസാ നബി പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല. അപ്പൊ നമ്മൾ വിട്ടോ ചോദിച്ചു, നമ്മൾ അങ്ങനെ ഒരു തെളിവില്ലാന്നാണോ നിങ്ങൾ പറയുന്നത്? ബുഖാരിയിലെ ഹദീസ് വായിച്ചു, അതുപോലെ തന്നെ ധാരാളം സംഭവങ്ങൾ കേൾപ്പിച്ചു. അങ്ങനെ കേൾപ്പിച്ചപ്പോ മുസ്ലിയാർ പറയണ് അതൊന്നും അത്ര തർക്കമുള്ള കാര്യാ, അതൊന്നും അത്ര തർക്കമുള്ള വിഷയമല്ലല്ലോ എന്ന നിലക്ക് മൂപ്പർ അതിനെ സംബന്ധിച്ച് പറയുന്നത് കേട്ടോളൂ. തർക്കമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കാണ് വിവരക്കേടുള്ളത് എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചോളൂ. പഠിക്കാൻ പോയതെങ്കിൽ തന്നെ അത് മൂസാ നബിക്ക് നുബുവത്ത് കിട്ടിയതിന് ശേഷമാണോ, നുബുവത്ത് കിട്ടുന്നതിന് മുമ്പാണോ? പണ്ഡിതന്മാർക്കിടയിൽ അങ്ങനെയും ഒരു ചർച്ച നടന്നിട്ടുണ്ട്. അത് കേരളത്തിൽ തന്നെ CN അഹമ്മദ് മൗലവി അടക്കം അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ചില പണ്ഡിതന്മാരും അത് നുബുവത്ത് കിട്ടിയതിന് ശേഷമായി ആയിരിക്കില്ല, അതിന് മുമ്പായിരിക്കാമെന്ന് പറഞ്ഞവരുണ്ട്. ആ പറഞ്ഞ ഭാഗം മഹാനായ ഇസ്മായിൽ ഉസ്താദ് അവர்கள் ഉദ്ധരിച്ചിട്ടുണ്ട്, അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് എടുത്തുകൊണ്ട് മൗലവിന്റെ ചോദ്യം ഇതിൽ സുന്നി മുജാഹിദ് തർക്കമല്ല കേട്ടോ. കണ്ടോ, അതൊരു തർക്കമല്ല. ഇപ്പൊ മുപ്പര് ഒഴിയാൻ നോക്കുക. ഇസ്മായിൽ ഉസ്താദ് മറ്റുള്ള പല പണ്ഡിതന്മാരും പറഞ്ഞതെടുത്ത് ഉദ്ധരിച്ചതാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങളോട് ചോദിക്കട്ടെ മുസ്ലിയാരെ, ഏത് പണ്ഡിതനാ വേണ്ടത് പറഞ്ഞത്? നിങ്ങൾക്ക് ആകെ ഒരു പണ്ഡിതനെ കിട്ടിയതാരാ? CN അഹമ്മദ് മൗലവി അല്ലേ? വേറെ മുൻഗാമികളിൽ ഏത് പണ്ഡിതനാ പറഞ്ഞത്? എന്ത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ മജ്മഉൽ ബഹ്റൈനിലേക്ക്, ആ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഖിദർ അലൈഹിസ്സലാമിലേക്ക്, അഥവാ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഹദീസിലാണല്ലോ ഖിദർ അലൈഹിസ്സലാം എന്നത് വന്നത്. അവിടേക്ക് പോകുന്ന കാലത്ത് നബിയായിരുന്നില്ല, പ്രവാചകനായിരുന്നു എന്നതിന് യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ പേരൊന്ന് ഉദ്ധരിക്കാമോ? മാത്രമല്ല, നിങ്ങൾ എന്നോട് ചോദിക്കേണ്, ഞാൻ നിങ്ങളോട് തെളിവുദ്ധരിച്ചപ്പോ നിങ്ങൾ എന്നോട് പറയാണ് മൗലവി അങ്ങനെ ചില ഐ റസൂലല്ലാഹ് തൗറാത്ത് എന്നൊക്കെ കേട്ടപ്പോഴേക്ക് മൗലവി പെട്ടുപോയതാണ്, മൗലവി പെട്ടതാണ് എന്ന നിലക്ക് സംസാരിക്കുന്നു. അതും കൂടെ കേട്ടോളൂ. മൂപ്പരി റസൂലു ഖാല റസൂലുള്ളാഹി മൂസാ എന്നൊരു സ്ഥലത്ത് കണ്ടപ്പോ, അതുപോലെ ഫഅദറകഹു റജുലുൻ ഫഖാല ഐ റസൂലുള്ളാഹി ഹൽ ഫിൽ അർദി അഹദുൻ അഅലമു മിൻക എന്ന് കണ്ടപ്പോ, വേറൊരു സ്ഥലത്ത് അമായക്ഫീക അന്ന തൗറാത്ത ബിയദൈക വഅന്നൽ വഹയ യതീക യാ മൂസാ എന്ന് ബുഖാരിയിൽ കണ്ടപ്പോ, അത് കണ്ടപ്പോ റസൂലുള്ളാഹി ഇവിടെ ഉണ്ടല്ലോ, നബിയാ, അത് അന്നൽ വഹയ യതീക എന്നുണ്ടല്ലോ, അന്ന തൗറാത്ത ബിയദൈക എന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി മൗലവി അവിടെ പെടുകയാണ് കേട്ടോ. ഞാനല്ല പെട്ടത് കേട്ടോ. ഈ തെളിവുകളൊക്കെ കണ്ടിട്ടും അത് സ്വീകരിക്കാൻ മനസ്സ് വരാത്ത പേരോടാണ് പെട്ടുപോയത് കേട്ടോ. പിന്നെ മൂപ്പരെന്നോട് ഒരു ഉദാഹരണം പറയുന്നുണ്ട്, പൊട്ടത്തരമാണ് അതും. കേട്ടോളൂ ആ ഉദാഹരണം. മൗലവിക്ക് ഹദീസും ഖുർആനും മനസ്സിലാവൂലെങ്കിൽ മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. ഹുസൈൻ സലഫി അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് ഒന്ന് പരിശോധിക്കുക. സാധാരണ ഉണ്ടാകുന്നത് പോലെ ആകുമ്പോ അയാളെയും വേണ്ട ഹുസൈൻ സലഫി. ആ ഹുസൈൻ സലഫി എന്നിട്ട് അതിന്റെ ഇപ്പുറത്ത് നോക്കുക ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോഴൊരു ഡേറ്റ് ഉണ്ടാവും. ഹുസൈൻ സലഫി ജനിച്ചത് ഇത്രാമത്തെ കൊല്ലത്തിൽ. അപ്പൊ ജനിക്കുമ്പോ ഇയാൾ സലഫി ആയിരുന്നോ? ജനിക്കുമ്പോൾ ഇയാൾ സലഫി ആയിരുന്നോ? ഹുസൈൻ സലഫിയുടെ ജന്മദിനം, അപ്പൊ അയാൾ സലഫി ആയിരുന്നോ? അല്ല. പക്ഷേ പാസ്പോർട്ടിൽ ഉണ്ടാകുക ഹുസൈൻ സലഫി ജന്മദിനം, ഡേറ്റ് ഓഫ് ബർത്ത്. അത് പിന്നെ സലഫി ആയതുകൊണ്ട് ആ ജന്മദിനം പറയുന്നിടത്തും അങ്ങനെ തന്നെ പറയാം. ഇതുപോലെ പിന്നെ റസൂലായത് കൊണ്ട് റസൂലാകുന്നതിന് മുമ്പുള്ള സംഭവം പറയുന്ന സ്ഥലത്തും റസൂലുള്ളാഹി എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചതാണ്. നിങ്ങൾ പണ്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ഇപ്പൊ ആ ഉദാഹരണത്തിൽ വന്നു പോയി. എനിക്ക് ബുലൂഗായോ ഇല്ലേന്നായിരുന്നു. ഷാർജയിലേക്ക് പോകുമ്പോഴും അതിനായിരുന്നു കളി. എൻ്റെ ബുലൂഗായുടെ പ്രായോ അല്ലാത്തമയൊക്കെ കളിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ ബുലൂഗിൽക്കും ഷാർജയിൽക്കും ഒന്നും ഓടിയാൽ രക്ഷപ്പെടൂല. മൂപ്പര് അത് വിട്ടു. അപ്പൊ അവസാനം എൻ്റെ പാസ്പോർട്ട് പരിശോധിക്കാനാ പരി, ഇമിഗ്രേഷൻ ക്ലിയറൻസിന്റെ ആളാ. അതൊന്ന് പരിശോധിക്കേ. ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്? നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയാൻ പഠിപ്പിച്ചത് ഇസ്ലാമി പ്രസ്ഥാനം ഇതിന്റെ പിന്നിലുള്ളത്. നരകത്തിലെ ഭാഷ. എന്നിട്ട് ചോദിക്കേണ്ട ഡേറ്റ് ഓഫ് ബർത്ത്. ഞാൻ നിങ്ങൾക്ക് കേൾക്കണം, ഹുസൈൻ സലഫി ആകുന്നതിന് മുമ്പ് ഒരാളും എന്നെ ഹുസൈൻ സലഫി എന്ന് വിളിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്ന കേസ് അങ്ങനെയല്ല.
കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിശദീകരണത്തിൽ വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രസംഗം തുടങ്ങുന്ന കാലം തന്നെ എന്തായിരുന്നു എന്ന് പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ആവശ്യമാണോ? ആവശ്യപ്പെടുക, അടുത്ത പ്രസംഗത്തിൽ പറയാം. കുറച്ചവിടെ ഇരിക്കട്ടെ. ആ പുറപ്പെടുമ്പോ തന്നെ നബിയാണ് ഞങ്ങൾ തെളിയിക്കും. 1ഉം 2ഉം കിതാബ് കൊണ്ടല്ല കേട്ടോ. അല്ലാഹുവിന്റെ റസൂലായ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഖദർ അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് പോകുമ്പോ നബിയായിട്ട് തന്നെയാണ് പോയത് എന്ന് തെളിയിക്കാൻ ഇമാം ബുഖാരിയെ ഞങ്ങൾ ഉദ്ധരിക്കാം, മുസ്ലിമിനെ ഉദ്ധരിക്കാം, സർവ്വ മുഹദ്ദിസീങ്ങളെയും ഉദ്ധരിക്കാം. അതുപോലെ തന്നെ മുഫസ്സിരീങ്ങൾ ഇബ്നു ജരീർ അത്ത്-തബരി, ഇബ്നു അബി ഹാത്തിം റാസി, ഇബ്നു കസീർ, അതുപോലെ തന്നെ അങ്ങനെ ഡസൻ കണക്കിന് വരുന്ന തഫ്സീറുകൾ ഉദ്ധരിക്കാം. അതുപോലെ തന്നെ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി, ഖസ്തല്ലാനി, ഇമാം ഐനി, അതുപോലെ തന്നെ ഇമാം നവവി, സുയൂത്തി, അങ്ങനെ ധാരാളക്കണക്കിന് പേര് പറയുന്നതും അല്ലാത്തവരുമായ ആളുകളുടെ കിതാബുകൾ കൊണ്ട് അത് തെളിയിക്കാൻ ഒരുക്കമാണ്. എന്നാൽ വിനയത്തോടെ ചോദിക്കട്ടെ, നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞ വാദം അതെന്താണെന്ന് ഒന്നുകൂടി കേൾപ്പിക്കുന്നു. അന്ന് മൂസാ നബി പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞിട്ടുള്ള തഫ്സീർ ഒന്ന് വായിക്കാമോ? ആയത്തൊന്ന് വായിക്കാമോ? നമ്പർ ഒന്ന് പറയൂ. ഹദീസ് ഉണ്ടെങ്കിൽ ഹദീസിന്റെ നമ്പർ പറയോ, വായിച്ച അർത്ഥം പറയോ. തഫ്സീറിന്റെ കിതാബ് വായിക്കോ, അർത്ഥം പറയോ. ഹദീസിന്റെ കിതാബ് വായിക്കോ, അർത്ഥം പറയൂ. അതല്ലാതെ നിങ്ങൾ ഷാർജയിലേക്കും പാസ്പോർട്ടിലേക്കും ഒന്നും ഓടിയിട്ട് രക്ഷപ്പെടാനാവില്ല കേട്ടോ. ചോദ്യം ആവർത്തിക്കുകയാണ്. നിങ്ങൾ മറ്റാവശ്യമില്ലാത്ത പല ചർച്ചയും ഇവിടെ നടത്തിയിട്ടുണ്ട്. ആ പോയത് ബനു ഇസ്രായേലിലെ മൂസയാണോ അതോ മൂസ ബിൻ മീശയാണോ എന്നൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള ചർച്ചയല്ലേ ഇത്? നമ്മൾ അതൊട്ട് ചോദിച്ചിട്ടുമില്ല. മറിച്ച് മൂസാ അലൈഹിസ്സലാം പോയപ്പോ അന്ന് നബിയായിട്ടാ പോയതെന്നതിന്, പ്രവാചകനായിട്ടാ പോയതെന്നതിന് യാതൊരു തെളിവുമില്ല എന്ന കമന്റാണ് നിങ്ങളുടെ ഉസ്താദ് എഴുതിയിട്ടുള്ളത്. അത് തെളിയിക്കണം. അതിന് ആയത്തോദണം, അതിന് ഹദീസ് ഓതണം, അതിന് തഫ്സീർ ഉദ്ധരിക്കണം, അതിന് ഹദീസിന്റെ ശറഹ് ഉദ്ധരിക്കണം. അതല്ലാതെ നിങ്ങൾക്ക് ആ വിഷയത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാനാവില്ല. അതേ ഇവിടെ ചോദ്യമുള്ളൂ. നിങ്ങളുടെ ഉസ്താദ് എഴുതിയത് ആ അഭിപ്രായം പറഞ്ഞ പണ്ഡിതനാരാണ്? CN അഹമ്മദ് മൗലവിയെ പോലെയുള്ള എന്ന് നിങ്ങൾ പറഞ്ഞ ആ പോലെ അങ്ങ് മാറ്റി നിർത്തിയാൽ ഉദ്ധരിക്കൂ, നിങ്ങൾ ഉദ്ധരിക്കൂ. നിങ്ങൾ ഇന്നലെ ഇവിടെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പോയി മുട്ടുന്ന പാരമ്പര്യമുള്ളവരല്ലേ? ഉദ്ധരിക്കൂ. ആ പരമ്പരയിലെ കണ്ണികളിലൂടെ തെളിയിക്കോ നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞ വാദം സത്യമാണെന്ന്. അതല്ലാതെ ജനങ്ങളെ പൊട്ടീസാക്കാൻ വേണ്ടിയിട്ട് പാസ്പോർട്ടിന്റെ കാര്യവും ഷാർജന്റെ കാര്യവും ബുലൂഗായ വിവരവും ഡേറ്റ് ഓഫ് ബർത്തിന്റെ തർക്കവും ഇതൊക്കെ എന്തിനാ? അതുകൊണ്ട് കാര്യം ജനങ്ങളോട് പറയുക. ഇനി സഹോദരന്മാരെ, വളരെ വിശദമായി നമ്മൾ ഇവിടെ സംസാരിച്ച മറ്റൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് എന്താണ് മുസ്ലിം വിശ്വസിക്കേണ്ടത്? മുസ്ലിമിന്റെ തൗഹീദ് വളരെ കൃത്യമായി നിലനിൽക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് വിശ്വസിക്കേണ്ട നിലക്ക് വിശ്വസിക്കേണ്ടതുണ്ട്. അല്ലാഹുവിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ എന്താണോ പറഞ്ഞത്, ഹദീസുകളിൽ എന്താണോ വന്നത്, അതിനപ്പുറം നമ്മൾ ഉപമിക്കരുത്, കൂട്ടരുത്, കുറക്കരുത്, അതുപോലെ തന്നെ സാദൃശ്യപ്പെടുത്താൻ പോകരുത് എന്നൊക്കെ നമ്മൾ ഇവിടെ വിശദീകരിച്ചു. അല്ലാഹു പറഞ്ഞതൊക്കെയുണ്ട് കേട്ടോ, നബിതങ്ങൾ വിശദീകരിച്ചതൊക്കെ അപ്പടി വിശ്വസിക്കുകയാണ് വേണ്ടത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഉദാഹരണമായി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറും അന്ന് ഉദാഹരണമായി ഉദ്ധരിച്ചിരുന്നു. അപ്പോ മുസ്ലിയാർ കഴിഞ്ഞ പ്രസംഗത്തിൽ വന്നിട്ട് കഴിഞ്ഞതിന്റെ മുമ്പുള്ള 6ാമത്തെ പ്രസംഗത്തിൽ മുസ്ലിയാർ വന്നിട്ട് എന്തു പറഞ്ഞു? അയാൾ അമാനി മൗലവിയുടെ ഒരു പരിഭാഷ വായിച്ചു. മൗലവി, നിങ്ങളെ പരിഭാഷയെങ്കിലും ഒന്ന് വായിച്ചുകൂടായിരുന്നോ എന്ന് പറഞ്ഞു. നമ്മൾ ആ പരിഭാഷയിലുള്ള കാര്യം എന്താന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ ഒക്കെ CD ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാം. അല്ലാഹു റബ്ബുൽ ആലമീൻ സംബന്ധിച്ചുള്ള
വിശ്വാസം. ആ വിശ്വാസം അല്ലാഹു റബ്ബുൽ ആലമീനെ സംബന്ധിച്ച് എങ്ങനെ വിശ്വസിക്കണം എന്ന് അല്ലാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങൾ, അല്ലാഹുവിന്റെ വിശിഷ്ടമായ സിഫത്തുകൾ, അല്ലാഹുവിന്റെ കൈ എന്ന് പ്രയോഗിച്ചത്, ഇറങ്ങും എന്ന് പറഞ്ഞത്, അതുപോലെ തന്നെ അർശിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നന്നായി നമ്മളിവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ മൂപ്പര് പറയണേ, അതൊക്കെ നിങ്ങളുടെ അമാനിയുടെ പരിഭാഷയെങ്കിലും ഒന്ന് വായിച്ചു.